ചോറാകും, കറിയാകും, മെഴുക്കുവരട്ടിയാകും. മോർണിംഗ് ഗൈസ്, കുറേ നാളായി നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു സൺഡേ ആണ്, അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ എല്ലാവരും കൂടി ഉണ്ട് അല്ലേ. ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞു. 11 മണിയല്ല, 11:30 ആയി തോന്നുന്നു. അപ്പം ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ഇവിടെ അടുക്കള ഫുള്ള് എല്ലാവരും ഭയങ്കര കുക്കിങ്ങും പരിപാടിയൊക്കെ. ഐ ഡോണ്ട് നോ, ദേ ആർ കുക്കിംഗ് സംതിങ്. പിന്നെ ചെറിയൊരു മഴ ഇപ്പോൾ ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. കാരണം കുറേ ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഒരു മഴയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റ് മറ്റേ ഐസ് മസാജൊക്കെ ചെയ്ത് സ്കിൻ കെയർ ചെയ്ത് അവരുടെ കൂടെ കൂടട്ടെ എന്തെങ്കിലും. പിന്നെ എനിക്ക് ഇന്ന് കുറച്ച് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് ആൻഡ് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുണ്ട്. വയ്യ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ലെറ്റ്സ് ഗെറ്റ് ടു ദ വ്ളോഗ്. സ്കിൻ കെയർ ഒക്കെ ചെയ്തു നമുക്കിനി കിച്ചണിൽ പോയി നോക്കാം എന്താ അവസ്ഥ. നമുക്ക് എല്ലാവരും ഭയങ്കര സൺഡേ കുക്കിംഗ്. ചോറ് ഈസ് റെഡി. ഇതെന്താ സാധനം? ഇത് ഉണ്ടാക്കി വെച്ചതാ. ഇത് മറ്റേ കൈപ്പക്ക, ഇത് പൊട്ടറ്റോ എന്തോ. ഇവിടെ മെഴുക്ക് വരട്ടി ഈസ് ഓൺ ദ വേ. മയക്ക് വരട്ടി അല്ല, മെഴുക്ക് വരട്ടി. ഞങ്ങളൊക്കെ പക്ഷെ ഇതിനെല്ലാം ഉപ്പേരിയാ പറയാ. ഉപ്പേരി, മെഴുക്ക് വരട്ടി ഒന്നുമില്ല. ചേച്ചി കോൾ. ആ കാണുന്ന അപ്പുറത്തെ വീട്ടിലെ പപ്പായ ഇല്ലേ, അത് നമ്മളുടെ റൂംമേറ്റ്സ് ഒരു ദിവസം കറി വെക്കാൻ വേണ്ടി പറിച്ചെടുത്തു. അവർ കണ്ടിട്ടില്ല എന്തോ ഭാഗ്യത്തിന്. നമ്മളുടെ നാട്ടിൽ കപ്ലങ്ങ കർമൂസ എന്നൊക്കെയാണ് പറയുക ഇതിന്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യും. ആൻഡ് എൻ്റെ മണി പ്ലാന്റ് ഒക്കെ വളർന്നു ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി സ്പൂൺ കുക്കറിനകത്ത് അങ്ങനെ സ്പൂൺ വെക്കാൻ അത് ചുറ്റിച്ചിട്ട് ഒരു എന്താ പറയാ, ഹാക്കാണ്. എന്തിനായിരുന്നു? വെള്ളം തിളച്ച് മറിയാതിരിക്കുക കുക്കറിന്റെ അകത്ത്. ഏതാനും നിമിഷങ്ങൾക്കകം ചോറാകും, കറിയാകും, മെഴുക്കുവരട്ടിയാകും. കറി എന്താ? കറി പൊട്ടച്ചക്കറി. നൈസ്. ലഞ്ചൊക്കെ വേണ്ട, അവരുടെ സ്പെഷ്യൽ ലഞ്ച്. ഇതെന്താ? പാവയ്ക്ക. ഇതെൻ്റെ വെജിറ്റബിൾസ് ആണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങറി, പയറുപ്പേരി, പപ്പടം. ഇതിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇന്ന് നേരത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ 1-2 ആയിട്ടുള്ളൂ. നേരത്തെ ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചാലഞ്ചസ് എന്തെങ്കിലും എടുക്കാം ഇവരായിട്ട്. അങ്ങനെ ഉണ്ടാവലില്ലല്ലോ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞതാണ് നോക്കിയപ്പം എല്ലാം പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. കാണിച്ചത് 1 2 ഇത് ഉറങ്ങിയിട്ടില്ല, ഇവിടെ തുണി മടക്കിയിട്ടില്ല. നമുക്കില്ല എന്തെങ്കിലും ചാലഞ്ച് ചെയ്യാം ഫ്രണ്ട്സായിട്ടുള്ള. അത് കറക്റ്റാ വൈകുന്നേരം മുന്നേ ചെയ്യണം. ആ സൺലൈറ്റിൻ്റെ സമയത്ത് എന്താ ചെയ്യാം? പ്ലാൻ സംതിങ്. സൺഡേ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കില്ലേ? എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു. അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ചെയ്തപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ത്വര വരും, എന്തെങ്കിലുമൊക്കെ സ്നാക്സോ. അപ്പം ഞാൻ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് ഒരുപാട് മറ്റേ എണ്ണ പൊരിച്ച സാധനങ്ങളൊന്നും അധികം കഴിക്കില്ല. അതിൽ ഇടയ്ക്ക് ഞാൻ കഴിക്കും, കഴിക്കല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്താപ്പം ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും ഭയങ്കര മൈദ അങ്ങനെ. നിങ്ങളിപ്പോൾ വിചാരിക്കും ലൈക്ക് ഞാൻ ഇത്രയും ഭയങ്കരമായിട്ട് ഡയറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ശ്രമിക്കും, ഒരുപാട് അൺഹെൽത്തി വേണ്ട എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ
ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും സോയാബീൻ ഇരിക്കണം. അപ്പോൾ സോയാബീൻ വെച്ച് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ സോയാബീൻ വെച്ചിട്ടൊരു കബാബ് ഉണ്ടാക്കാൻ ഉള്ളൊരു റെസിപ്പി കണ്ടു. അപ്പോൾ ഞാൻ വെച്ചിട്ട് ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം. സോയാബീൻ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, നല്ലതാണ് സാധനം. എനിക്ക് സോയാബീൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഡയറ്റ് അതൊന്നുള്ളതുകൊണ്ടല്ല, സോയാബീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ. അപ്പം ഞാനത് സോയാബീൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിട്ട് ഞാൻ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് സവാള പിന്നെ വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ മറ്റേ വെജിറ്റബിൾ കട്ടറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട്, പിന്നെ പച്ചമുളകും കൂടെ വേണം, അതിനെടുത്തില്ലായിരുന്നു. ഓക്കെ, ഞാൻ ചില്ലി ഫ്ലേക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ സോയാബീൻ ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, സോയാബീൻ ഇവിടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ല, നമ്മൾ കുറച്ച് കടലപ്പൊടി ഇത് മിക്സ് ചെയ്യുമ്പോഴും അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് കടലപ്പൊടി ഇടാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഈ സോയാബീനിലോട്ട് നമ്മൾ വെളുത്തുള്ളി ആൻഡ് സവാള മിക്സ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ദെൻ മല്ലിപ്പൊടി, ഗരം മസാല കുറച്ചിടുന്നുണ്ട്. എല്ലാത്തിൻ്റെ അളവ് ഏകദേശം കുറച്ച് തന്നെ കേട്ടോ. പിന്നെ പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഇതെൻ്റെ ഒരു സീസണിങ് മിക്സാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. പിന്നെ കടലപ്പൊടി നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അക്കോർഡിംഗ് ആയിട്ട് ഇടും കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് ഒരു ഹോപ്പും ഇല്ലാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. വെറുതെ എന്തെങ്കിലും തിന്നാൻ തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഷേപ്പൊക്കെ കുളമായി പോയായിരുന്നു, പെൻസിലിൽ നിന്ന് അതൊക്കെ വിട്ട് പോകുന്നായിരുന്നു. ആൻഡ് ഗൈസ്, ടു ബി ഹോണസ്റ്റ്, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ സോസൊക്കെ കൂട്ട് കഴിച്ചപ്പോൾ നല്ല രസമാണ്. ശരിക്കും ചിക്കൻ കബാബൊക്കെ കഴിക്കണ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ യം. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഈസിയാണ് ആൻഡ് സോ ടേസ്റ്റി. സോയാബീൻ കബാബ് കൊള്ളാം. സോയാബീൻ തോന്നുന്നുണ്ടല്ലോ. ഇല്ല, ഫസ്റ്റ് ട്രൈ തന്നെ വിജയിച്ചിരിക്കുന്നു. അടിപൊളി. ജസ്റ്റ് നമ്പർ 2. ഇതിൻ്റെ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഇൻഡയറക്റ്റ് തെറിവെച്ച് സോസ് എവിടെ Okay, so after a long time I'm planning to go for a party today. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ടോപ്പ് മീഷോ എന്നാണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കൊടുക്കാം. ആൻഡ് ഈ സ്കേർട്ട് വന്നിട്ട് ന്യൂമി എന്നാണ്. ഞാൻ മുമ്പ് ഇട്ട വീഡിയോനകത്തുണ്ട്, അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ബേസിക് മേക്കപ്പ് ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ച ഒരു ഇയറിങ്സ് ആണ് ഇടുന്നത്. ഒരു ഹൈ പോണിറ്റെയിലാണ് കെട്ടിയേക്കുന്നത്, ഇങ്ങനെ സ്ലീക്കായിട്ടുള്ളൊരു പോണിറ്റെയിൽ. അവൻ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു, ഞാൻ ചിക്കൻ പുട്ട് മിക്സ്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫുള്ള് കഴിക്കാനുള്ള ഒരു ആവതില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ചു. അപ്പം ഇറ്റ് വാസ് ഓൾ അബൌട്ട് ടുഡേ. നല്ലൊരു കോസി സൺഡേ ആയിരുന്നു. ആൻഡ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ. ലവ് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.